എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഡെസ്കിലൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഡിസംബർ ആയതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വന്ന തീം ക്രിസ്മസ് തീമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ DIY ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളെല്ലാം വാങ്ങി വരുമ്പോഴത്തേക്ക് ഇതാ ക്രിസ്മസ് കഴിയാനേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ക്രിസ്മസ് ട്രീയും സ്റ്റാർസും പിന്നെ കുറേ കളർ പേപ്പർ, ഗ്ലിറ്റേഴ്സ്, കുറേ ഐസ്ക്രീം സ്റ്റിക്ക്, അങ്ങനെ പലതും വാങ്ങിയിട്ട് വന്നതിനും അപ്പോഴത്തേക്ക് ഇത് ക്രിസ്മസ് കഴിയണേ. അതെന്തായാലും നമുക്കിനി വേറെ ക്രാഫ്റ്റിലും അങ്ങനെ ഏതിലെങ്കിലും എല്ലാം ആയിട്ട് യൂസ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എസ്തറ്റിക് തീമിൽ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. കാരണം ഇനി ക്രിസ്മസ് തീം ചെയ്തിട്ട് ഒരു കാര്യമില്ല. 2 ദിവസമല്ലേ ഉള്ളൂ. ഇനി പിന്നെയും ഇതെല്ലാം മാറ്റിയിട്ട് പിന്നെയും പഴയ കോലത്തിലാക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ച നല്ല എസ്തറ്റിക് തീം തന്നെ ചെയ്യാന്ന്. അപ്പോൾ ഇത് രാവിലെ തൊട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായ ഒരേ ഒരു കാര്യമാണ് ഇത്. ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഡെസ്കെങ്കിലും മേക്ക് ഓവർ ചെയ്തെടുക്കണം. നല്ലോണം കോളായിട്ടാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടേരം മനസ്സിലായിട്ടുണ്ടോ? ആടിയും മൂടിയും എല്ലാ സാധനങ്ങളായിട്ടുള്ള. അപ്പോൾ എന്തായാലും ഞാൻ മേക്ക് ഓവർ തന്നെയാണ് വിചാരിച്ചതാ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രോവർ തൊട്ടാണ് തുടങ്ങിയത്. അതിൽ കുറേ ഇങ്ങനെ നൂല് മറ്റേത് അങ്ങനെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളും കളേഴ്സും എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് ആ ഒരു ഡ്രോറിൽ ഫുൾ കളേഴ്സ് മാത്രമാക്കി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടത്തേക്ക് എടുത്തു വെച്ച്. എന്നിട്ട് ഞാൻ ഇതാക്കുന്നത് എൻ്റെ ഷെൽഫാണ്. ഈ ഒരു ബുക്ക് ഷെൽഫ് എക്സാം സമയത്ത് ഫുൾ കോലത്തിലായിരിക്കും ഉണ്ടാകുക. എക്സാം സമയത്ത് എനിക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക ത്വരയാണ്. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് വിളിച്ചിടും. എന്നിട്ട് അന്നേരം തോന്നും എന്തിനാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത്, പഠിച്ചുകൂടെ, എന്താ എക്സാം ഞാൻ ഇത്ര പോലും പഠിക്കുന്നില്ല. അപ്പം ഞാൻ പഠിക്കും. അങ്ങനെ എല്ലാം കൂടി ചെന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഷെൽഫിലേക്ക് ഒറ്റ ഉന്തിക്കയറ്റില്ല. അങ്ങനെ ഈ ഷെൽഫ് ഇങ്ങനെയുള്ള കോലത്തിലായ. അപ്പം ഇന്ന് ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ബുക്സ് എല്ലാം സെം 1ൻ്റെയും സെം 2ൻ്റെയും ബുക്സ് എല്ലാം എടുത്ത് വെച്ച് പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു പെട്ടി, ആ പെട്ടിയിൽ ഞാൻ കുറച്ച് ആവശ്യമില്ലാത്ത പോലത്തെ സംഭവങ്ങളിട്ട് പിന്നെ ഈ ഒരു പെട്ടിയിലും ഞാൻ കുറച്ച് ആക്രി സാധനങ്ങളെല്ലാം ഇട്ട് ഈ ഒരു എൻ്റെ ഡെസ്ക് ഞാൻ ഒരിക്കലും ആരും വൃത്തിയാക്കാൻ കൊടുക്കില്ല. കാരണം എൻ്റെ ഈ സാധനങ്ങളെല്ലാം കണ്ട ഇവർ വിചാരിക്കും ഇതെല്ലാം ആവശ്യമില്ലാത്ത സാധനം, അങ്ങനെ എല്ലാം എടുത്ത് ചാടും. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ചാടാനേ തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെ ടേബിളിൻ്റെ ഇതിൽ വെക്കും. അപ്പോൾ വൃത്തിയാക്കുമ്പോൾ ഇതെല്ലാം ചാടും. അന്നേരം എനിക്ക് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റക്കാണ് ഡെസ്കെല്ലാം ഇതാക്കുന്നത്. അപ്പം ഇനി ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ച് കൊടുക്കാൻ വിചാരിച്ചു. ഈ ഒരു വാൾ പോസ്റ്ററിൻ്റെ പിന്നെ വലിയൊരു കഥയുണ്ട്. ഇത് ഞാൻ പണ്ട് ഭയങ്കര ആഗ്രഹിച്ചിട്ട് വാങ്ങിയൊരു വാൾ പോസ്റ്റേഴ്സ്. അപ്പം ഞാൻ ആദ്യം അതെൻ്റെ റൂമിൽ കൊണ്ടുവച്ച് ഒട്ടിച്ച് എന്നിട്ട് കുറച്ചൊരു ഞാൻ അതെൻ്റെ ജേർണൽ ബുക്കിലേക്ക് ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്താത്തിൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അവിടെയും ഞാൻ ഇതേ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ച് എന്നിട്ട് ഞാൻ ഇപ്പം ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇവിടെയും ഇതന്നെ ഒട്ടിക്കുന്നത്. ഇനി ഞാൻ അടുത്ത എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യുമ്പോൾ അതും ഞാൻ എടുക്കും, ഈ വാൾ പോസ്റ്റേഴ്സും ഞാൻ എടുക്കും, വേറെ സ്ഥലത്തേക്ക് ഒട്ടിക്കും. അങ്ങനെ ഈ വാൾ പോസ്റ്റേഴ്സ് ഇപ്പോൾ കുറേ ആയി കാണുന്നു. പക്ഷെ എനിക്ക് മടുക്കുന്നൊന്നുമില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് ഒരു 4-5 എണ്ണം ഇവിടെയും കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് പിന്നെ ഞാൻ കുറച്ച് പെൻ ഹോൾഡർ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിന്. പെൻ ഹോൾഡർ, മണി ബാങ്ക്, പിന്നെ ഹാബിറ്റ് ട്രാക്കർ, പിങ്ക് ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിന്. അപ്പം അതും ഞാൻ ഇവിടെ കൊണ്ടേക്കുന്നുണ്ട്. ഈ ഒരു പെൻ ഹോൾഡർ ഞാൻ ഒരു ഷോർട്സ് കണ്ടിട്ട് വാങ്ങിയതാ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ വാങ്ങിയതാ. അപ്പോൾ അതും കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ മണി ബാങ്ക്. അപ്പോൾ അതും ഞാൻ കൊണ്ടുവച്ച് ഇനി ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഇത് ശരിക്കും എൻ്റെ ഭാഗമല്ല, എനിക്ക് നേരത്തെ ഒഴിക്കുക ആ ഒരു സൈഡാണ് എൻ്റെ സൈഡ്. അപ്പം ഇതെൻ്റെ ഇത്തത്തിൻ്റെ സൈഡ്. അപ്പം എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് കാണിക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പാവല്ലേ വൃത്തിയാക്കി കൊടുക്കാന്ന്. ഈ മാറ്റൊന്നും ഇവിടെ വിരിച്ചതിൻ്റെ കാരണം ഞാനാണ് വൈറ്റ് ആയതുകൊണ്ട് പറഞ്ഞപ്പോൾ എടുക്കാം. അപ്പം ഞാൻ പെയിൻ്റ് അടിക്കുന്നേരം അതിങ്ങനെ അവിടെ കറ പറ്റി പിടിക്കുന്ന ജസ്റ്റ് അങ്ങനെ വിരിച്ചതാണ്. പിന്നെ അത് മാറ്റാനുള്ള മടി കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇട്ട്. അങ്ങനെ ഇപ്പം അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി. ഇവള് ടേബിളിൽ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ആക്കണ്ടെന്ന് ഇവള് കൂക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓളുള്ള സാധനം തന്നെ എങ്ങനെയല്ലോ വെച്ച് കൊടുത്ത് അങ്ങനെ ഞാൻ അതും നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് അയച്ച് ഞാൻ ഫോട്ടോ എല്ലാം ആയിട്ട് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇന്നത്തെ വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.